അതെ, മദ്യം തന്നെയാ പ്രശ്നം. ദാ നോക്ക്. എന്താ എല്ലാരും ഇങ്ങനെ സ്ട്രേഞ്ച് ആയിട്ട് നോക്കുന്നേ? സ്ട്രേഞ്ച് ആയിട്ട് സംസാരിക്കുന്നത് ഇവരല്ല, നീയാ. നീ മദ്യപിച്ചിട്ടുണ്ടോ? വീട്ടിൽ നീ കള്ളു കുടിച്ചിട്ടുണ്ടോന്ന്? ആ, ഞാനോ? ഈ ലിക്ക ബോട്ടിൽ കണ്ടില്ലേ? ഇത് നീ കുടിച്ചതല്ലേടി? നീ ഇതെവിടെ അടിച്ചു മാറ്റി? ഞാൻ കുടിച്ചത് ഗ്ലാസ്സിലെ കൂൾ ഡ്രിങ്ക്സാ, ഇതല്ല. പക്ഷേ അതിനൊട്ടും കൂളില്ലായിരുന്നു, മധുരമില്ലായിരുന്നു. നിങ്ങളെ പോലെ തന്നെ ഒരുമാതിരി കയ്പും ചവർപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ചെറിയ നാറ്റവും. ഇവളുമാരെ മതി നിന്റെ നാടകം. എന്ത് തെറ്റും ചെയ്യുന്നത് നിന്റെ ശീലമാണല്ലോ. ഇതുവരെ ഞങ്ങൾ ആരും ഇങ്ങനെ മദ്യപിച്ചിട്ടില്ല. ഓഹോ, അപ്പൊ ദിവസം ഇതാണ് നിന്റെ പരിപാടിയല്ലേ? എന്തൊരു നാണക്കേടാ. ഇതാ ഞങ്ങൾ പറയുന്നത്, ഇവള് DKക്ക് പറ്റിയ പെണ്ണല്ലാന്ന്. നമ്മുടേതുപോലെ അന്തസ്സുള്ള ഒരു ഫാമിലിയിൽ വന്നു കേറാനുള്ള ഒരു യോഗ്യതയും ഇവൾക്കില്ല. സംസ്കാരമില്ല, സുബുദ്ധിയില്ല, പെരുമാറാനും അറിയില്ല. ആകെപ്പാടെ ഉള്ളത് ഇതുപോലെ മോശമായ കുറെ ശീലങ്ങൾ. നിങ്ങൾക്ക് എന്തൊക്കെയാ പറയുന്നേ? ഞാൻ മദ്യവെച്ചിട്ടില്ല, സത്യം. ഒള്ളി കൂൾ ഡ്രിങ്ക്സ്. വാട്ട് കൂൾ ഡ്രിങ്ക്സ്? വെറും കൂൾ ഡ്രിങ്ക്സ് കഴിച്ചാൽ ഇത്രയ്ക്ക് നാവ് കഴിയുവോ? സ്റ്റെപ്പ് തെറ്റുവോ? ബേട്ടി, വാട്ട് ഹാപ്പൻ? യു ആർ ദി മരുമകൾ ഓഫ് ദ വിത്ത് ഫാമിലി. ദിസ് ഈസ് ടു മച്ച്, ടു മച്ച് ബേട്ടി, ടു മച്ച്. നിന്റെ വീട്ടിൽ എല്ലാവർക്കും ഈ ശീലം തന്നെ ആയിരിക്കും അല്ലേ? അച്ഛനും അമ്മയും അനിയത്തെയും എല്ലാരും കൂടി ഇരുന്ന് ആയിരിക്കും ചിയേഴ്സ് പറഞ്ഞ് അടിക്കുന്നത്. നല്ല ബെസ്റ്റ് ഫാമിലി. സ്റ്റോപ്പ് ഇറ്റ്. മതി സംസാരിച്ചത്. ഇവള് മനഃപൂർവ്വം തെറ്റൊന്നും ചെയ്തിട്ടില്ല. ദൈവമേ, ഹിറ്റ്ലർ എപ്പോഴാ ദൈവദൂതനായത്? ഭാര്യ ആയതുകൊണ്ടാണോ DK ഇവളെ ന്യായീകരിക്കുന്നത്? അല്ല, ഇവള് പറഞ്ഞത് സത്യമായതുകൊണ്ട്. എന്റെ മുന്നിൽ വെച്ചാ ഇവള് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചത്. അത് ജയം കഴിച്ചതിന്റെ ബാക്കിയായിരുന്നു. അതാണ് കൂൾ ഡ്രിങ്ക്സ് ആണെന്ന് കരുതി ഇവളെടുത്ത് കുടിച്ചത്. അവൾക്ക് പറ്റിയ അബദ്ധത്തിന് നിങ്ങൾ എന്തിനാ അവളുടെ കുടുംബത്തെ മുഴുവൻ ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നത്? ജ്യോതി, വാ. ഒന്ന് നിങ്ങൾ ഓർക്കണം, ജ്യോതി ഈ വീട്ടിലെ ബാല്യക്കാരിയല്ല, നിങ്ങളുടെ അമ്മായിയമ്മ. ആ പരിഗണന ഈ വീട്ടിൽ ജീവിക്കുന്ന നാൾ വരെ നിങ്ങൾ ഇവൾക്ക് കൊടുക്കണം. അമ്മായിയമ്മ മരുമക്കൾ സ്നേഹിക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ ഇവളെ കണ്ടുപിടിക്കണം. സൂപ്പർ! എന്താ ഡയലോഗ്, എന്താ ഒരു ലാംഗ്വേജ്. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളിനിടയ്ക്ക് ഇപ്പോഴാണല്ലോ ഭർത്താവേ. നിങ്ങൾക്ക് എന്നെ പുകഴ്ത്താൻ തോന്നിയത്. താങ്ക്സ്, വെരി വെരി താങ്ക്സ് അളിയ. ഭർത്താവ് പളിയനുമായി ഉമ്മയും കൊടുത്തു. DK എന്തിനാ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്? എന്തൊരു നാണക്കേട്. ഇതോടെ ഈ ചർച്ച അവസാനിച്ചു. മനസ്സിലായോ? മനസ്സിലായെന്ന്. മടി. ഒന്ന് നിങ്ങൾ ഓർക്കണം, ജ്യോതി ഈ വീട്ടിലെ ബാല്യക്കാരിയല്ല, നിങ്ങളുടെ അമ്മായിയമ്മ. ആ പരിഗണന ഈ വീട്ടിൽ ജീവിക്കുന്ന നാൾ വരെ നിങ്ങൾ ഇവൾക്ക് കൊടുക്കണം. അമ്മായിയമ്മ മരുമക്കൾ സ്നേഹിക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ ഇവളെ കണ്ടുപിടിക്കണം.
അമ്മേ അവള് ആ കുറച്ച് സമയം കഴിഞ്ഞു. നോ ചോദ്യം, നോ ഉത്തരം. ബൈ. വാ ഇങ്ങോട്ട്. കേറ്. വരാൻ. ഇങ്ങോട്ടും. ഞാനേ അങ്ങനെ വീഴത്തൊന്നുമില്ല. കണ്ടില്ലേ, നല്ല സ്ട്രോങ് ബോഡിയാ. എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്റെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കാൻ. എന്താ ഹിറ്റ്ലറെ കാണുന്നത്? ഇഞ്ചി തിന്ന കുരങ്ങിന്റെ മോന്ത അല്ലാതെന്താ? സ്വന്തം മോൻ തന്നെ കാണുന്നത്. എന്താ ഇത്? ആന കരിമ്പത്തോടത്തി കയറി പോലെ ചവിട്ടി മെതിക്കാതെ വാ. ഇതെന്താ കൈവരിയോ? കാര്യം ഇവിടെ കൊണ്ടുവച്ച. ഹലോ മിസ്റ്റർ കൈവരി, ജസ്റ്റ് ഒന്ന് പിന്നിലേക്ക് മാറി മാറ്. സൈഡ് പ്ലീസ്, സൈഡ് പ്ലീസ്. ഇടി ബോധമില്ലാത്ത ബേക്കറിക്കാരി, ഈ കൈവരി മാറില്ല. എന്തുകൊണ്ട്? വൈ നോട്ട്? ഹിറ്റ്ലറിന്റെ വീട്ടില് പറഞ്ഞ കേൾക്കാത്ത കൈവരിയോ? നീ എന്നെ പോലാണോ കൊച്ചുകാലൻ? ഫോണും കറങ്ങില്ല. നോക്കട്ടെ, ഞാൻ ശരിക്കും കറക്കി തരാം. എന്റെ ഫോൺ നീ നശിപ്പിച്ചല്ലോ. ഇവളെ ഇന്ന് എന്നെ പിടിക്കേണ്ട കാര്യം ഒന്ന് വായിങ്ങോട്ട്. ഞാൻ ഓടുകൂലിയൊന്ന് പതുക്കെ ഇങ്ങനെ. മര്യാദക്ക് മിണ്ടായിരുന്നോണം. ഇതെന്താ ഇത്? 2 in 1. 1 2. നിങ്ങളെന്താ രണ്ടാ? ഒരാൾ അറ്റ് എ ടൈം. ഒരാള് സംസാരിച്ചാ മതി, മനസ്സിലേ? അത് തന്നെ, അത് തന്നെ. 2 2. 2. ഒരാള് ഹിറ്റ്ലർ, മറ്റേയാള് DK. അതന്നെ 2 in 1. ഇത് 2 in 1 അല്ല. നിന്നെ കണ്ടിട്ടേ ദശാവതാരം പോലെ എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ തമാശ കേട്ടിട്ടാണോന്ന് അറിയില്ല, എനിക്ക് ഛർദിക്കാൻ വരുന്നു. കൊള്ളെല്ലാം കൂടെ എടുത്ത് കുടിച്ചിട്ട് ഇവിടെ കിടന്ന് ഷോ കാണിച്ചോണ്ടല്ലോ. ഓർത്താക്കി ഞാൻ. ആ ഛർദിക്കാൻ വരുന്നു. ബെഡിൽ ഛർദിക്കരുത്. ഞാൻ പോയി വെള്ളം എടുത്തോണ്ടാ. വിഷം. നിങ്ങളാണ്
ഗുരുവായൂരപ്പാ, അയാൾ ആ CBI ഹിറ്റ്ലറിനെ കൊല്ലാൻ വേഷം കലക്കി, മദ്യത്തിന് വേഷം കലക്കി, ഉറപ്പായിട്ടും കലക്കി. ആ ഹിറ്റ്ലറിനെ കൊല്ലാനാകുന്ന ദുഷ്ട. പിന്നെ ഞാൻ ചോദിക്കാൻ പറയാൻ ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ചോടാ. ശരിയാക്കി തരാം, നിനക്ക് ഇപ്പൊ ശരിയാക്കി തരാം. ഏയ് CBI, കൊല്ലും നിന്നെ ഞാൻ. നീ എന്തേ കാണിക്കുന്നു? നിങ്ങളോടെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഫോളോ മീ. ഇതുവഴിയല്ല വന്ന. ഓ, അങ്ങോട്ട് ഫോളോ മീ. ഞാൻ മദ്യത്തിൽ വിഷം കലർത്തിന്നാണോ ഇവള് പറയുന്നേ? കുടിച്ചു നോക്ക്. മഹാഭാബി, എടാ CBI, തന്നെ ഞാനിന്ന് കൊല്ലുണ്ടോ? നീ എന്തേ കാണിക്കുന്നേ? എന്താ കാണിക്കുന്നോ? ഇതെന്താണോ ഇത്? എനിക്കെങ്ങനെ അറിയാനാ? തനിക്ക് അറിയില്ലല്ലേ? വിട. നാടകം കളിക്കല്ലേ CBI? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹിറ്റ്ലറിന്റെ വഴിക്ക് വരരുതെന്ന്. എന്നിട്ട് പിന്നെയും പിന്നെയും വരെ നാണമില്ലടോ തനിക്ക്? നിങ്ങൾ എന്റെ ഹിറ്റ്ലറിനെ കൊല്ലാൻ നോക്കിയല്ലേ? വേഷമല്ലേടോ ഇത്? ചോദിച്ചത് കേട്ടില്ല. ഞാൻ ഇന്ന് ബോധമില്ല നിനക്ക്? നീ എന്താ ഈ പറയുന്നത്? എല്ലാം എനിക്കറിയാം, എല്ലാം എനിക്ക് വ്യക്തവുമാണ്. നിങ്ങളാണ് പ്രതി. CBI, തന്നെ ഞാൻ ജയിലിലാക്കോടോ. ഇയാളൊരു ദുഷ്ടനാ. ഇയാളെ ഞാൻ വെറുതെ വിടില്ല. ഇയാൾ എന്താ ചെയ്തെന്ന് അറിയോ DK? ഈ CBI നിങ്ങൾക്ക് വെച്ച് നീട്ടിയ മദ്യത്തിൽ വേഷം കലർത്തി. സത്യം. മിസ്റ്റർ CBI, DKയുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ വേഷം കൊടുക്കാൻ നോക്കി. കണ്ടില്ലേ, എന്റെ കൈ തന്നെ വന്ന് വെട്ട്. ഓരോ നിമിഷവും ഈ ഹിറ്റ്ലറിന് ഞാൻ കാവല് നിൽക്കും. പറയാതെ ഇത് ജയനാ, സുപ്രിയയുടെ ബ്രദർ. ആരായാലെന്താ വേണ്ട, വിഷത്തിന്റെ കുപ്പിയാ. ഡസ്റ്റ്ബിന്നിൽ കിടന്ന് എനിക്ക് കിട്ടിയതാ. നോക്ക് നോക്ക്, ഇത് പോയിസണല്ലേ? എടി നിനക്ക് വട്ടാണ്. നിനക്ക് എങ്ങനെ മനസ്സിലായി ഇത് പോയിസൺ ആണെന്ന്? ഇതില് സ്റ്റിക്കർ ഉണ്ട്, നോക്ക്. കാണിച്ചുതരാം. കാണുന്നില്ലല്ലോ. ഇതിനകത്തുണ്ടായിരുന്നല്ലോ. നോക്ക്. എന്റെ ഈശ്വരാ, വിഷം. എവിടെ സ്റ്റിക്കർ? കുറച്ചുണ്ടായിരുന്നു. മിണ്ടരുത്. ഇപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നും. സോറി ജയ,
ഇവള് ഫിറ്റാ, നീ ഇതൊന്നും കാര്യാക്കണ്ട. ഏയ് നോടിയൊക്കെ, ജ്യോതി നിന്റെ ഭാര്യയുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. നിന്റെ രക്ഷയും സുരക്ഷയൊക്കെ അവളുടെ കടമയല്ലേ. ഇറ്റ്സ് ഓക്കെ. കെട്ടുവിട്ടിട്ടില്ല, നീ കൊണ്ടുപോയി കിടത്ത്. പറഞ്ഞു തീർന്നില്ലെന്ന്. ശീലമില്ലാത്തൊരു കുടിച്ച ഇങ്ങനെ ഇരിക്കും. കാണാത്തതൊക്കെ കാണും, കേൾക്കാത്തതൊക്കെ ഞാൻ ഹിറ്റ്ലറിന്റെ വൈഫ് തന്നെയാ. ഞാൻ ഇങ്ങനെ രക്ഷിക്കും. ഇനി ഒരു തവണ കൂടി ഇതുപോലെ ചെയ്ത വെറുതെ വിടില്ല ഞാൻ. നിങ്ങൾ എത്ര വലിയ സീരിയാണെങ്കിലും വരാം. ഇപ്പൊ ഞാൻ വിട്ടായിരിക്കും വിട്. പക്ഷേ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം കേട്ടാ. മറക്കില്ല ഞാൻ നിങ്ങളെ. ഞാൻ ഒരിക്കലും മറക്കില്ല. ഒന്നോളെ ഞാൻ നിങ്ങളെ വിഷപ്പാമ്പ് നിങ്ങളെ കൊല്ലും ഞാൻ കേട്ടാ. രക്ഷിക്കും പോലും. ഭർത്താവിനെ രക്ഷിക്കാൻ എത്ര കച്ചകെട്ടി ഇറങ്ങിയാലും ഞാൻ അവനെ ജയിലിലടയ്ക്കും. അതിനി അധികം താമസിക്കില്ല. കഴിയുമെങ്കിൽ നീയൊന്ന് രക്ഷിക്കാൻ നോക്ക്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹിറ്റ്ലറുടെ വഴിക്ക് വരരുതെന്ന്. എന്നിട്ട് പിന്നെയും വരാൻ നാണല്ലോ എനിക്ക്. ജേട്ടാ ഒന്ന് നിന്നേ. എനിക്ക് ജേട്ടനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത് കാര്യം? ജ്യോതി എന്തിനാ ജേട്ടനോട് അങ്ങനെയൊക്കെ പെരുമാറിയത്? എങ്ങനെ? മദ്യത്തില് വിഷം ചേർത്തെന്ന് പറഞ്ഞ് അവള് ബഹളം വെച്ചത് എന്തിനാണെന്ന്. ഏയ്, അവള് ചുമ്മാ ലഹരിയുടെ പുറത്ത് വെറുതെ എന്തോ പറഞ്ഞതാ. അല്ല, ജ്യോതിയുടെ വാക്കുകളിൽ സത്യമുണ്ടെന്നാ എനിക്ക് തോന്നിയത്. ജേട്ടാ, നിങ്ങൾക്കും ജ്യോതിക്കും ഇടയിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ സംശയം തോന്നിയതാ. തുറന്നു ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. എന്താ നിങ്ങൾക്കിടയിലെ രഹസ്യം? എന്താ ഇത് മായ? നിനക്കെന്നെ അത്രയ്ക്ക് സംശയമാണോ? അത് തീർക്കാനല്ലേ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ചോദിച്ചത്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കറിയില്ല. നിന്റെ സംശയം നീ തന്നെ തീർക്കുന്നതാണ് നല്ലത്. എനിക്ക് പറയാൻ രഹസ്യങ്ങളൊന്നും തന്നെയില്ല. ജേട്ടനൊന്നും മനസ്സിലാക്കണം. DKയുടെ ജീവിതത്തിൽ ഒരധികപ്പറ്റായിട്ട് ജീവിക്കുന്നവളാണ് ജ്യോതി. അവളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും രഹസ്യം ജേട്ടൻ അറിയാമെങ്കിൽ ദയവ് ചെയ്ത് തുറന്നു പറയണം. നാളെ ഈ വീട്ടിൽ അതുകൊണ്ടൊരു അപകടം സംഭവിക്കരുത്. മായേ, നീ എന്തിനാണ് എന്നെ ചോദ്യം ചെയ്യുന്നത്? ഞാൻ സുപ്രിയയുടെ ഏട്ടനാണ്. നീ എന്തൊക്കെയോ വെറുതെ ഊഹിച്ചു കൂട്ടുകയാണ്. അല്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? വല്ല കൊലപാതകവും നടന്നിട്ടുണ്ടാവുമെന്നാണോ? ആര് കൊലപാതകം നടത്തിയെന്നാ ജേട്ടൻ പറയുന്നത്? നോക്ക്, നിനക്ക് തന്നെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. ജ്യോതി ഒരു കഥയില്ലാത്ത പെണ്ണ. അവൾ എന്തെങ്കിലും വിവരമില്ലായ്മ പറഞ്ഞെന്ന് കരുതി വെറുതെ അതിന് പിന്നാലെ തെരഞ്ഞു പോകാൻ ശ്രമിക്കണ്ട. DK പോലും ഇതൊന്നും വിശ്വസിക്കത്തില്ല. ഒരു മിനിറ്റ്. ഞങ്ങളുടെ അമ്മായിയമ്മയായി ഈ വീട്ടിൽ വരാനുള്ള യാതൊരു യോഗ്യതയും ജ്യോതിക്കില്ല. പക്ഷേ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിലൊരു സത്യം ഉണ്ടാവും. അപ്പൊ പിന്നെ വിഷം കലർത്തിയ കാര്യം ജ്യോതി പറഞ്ഞതില് എന്തെങ്കിലും സത്യം ഉണ്ടാവും. ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ എനിക്കത് നോക്കിയിരിക്കാൻ സാധിക്കില്ല.
എനിക്കത് കണ്ടുപിടിച്ചേ പറ്റൂ. നിങ്ങളൊക്കെ ദൈവത്തെ പോലെ പൂജിക്കുന്ന DK ഉടൻ തന്നെ ജയിലാവും. കണ്ടുപിടിക്കാൻ അത്രയ്ക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നീ കണ്ടുപിടിക്കുക.